ഗുപ്ത നവരാത്രിയിലെ അഷ്ടമി വരുന്നു. ദുർഗാദേവി നിങ്ങളെ മനസ്സറിഞ്ഞു കനിയും. ചെയ്യേണ്ടത് ഇത്രമാത്രം. വേദജ്യോതിഷത്തിൽ സവിശേഷമായ ഒട്ടേറെ അവസരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പലപ്പോഴും നമ്മൾ അറിയാത്ത ഇത്തരം അവസരങ്ങൾ പാഴായി പോവുകയാണ്. ഇഷ്ടദേവനെയോ ദേവിയെയോ പ്രീതിപ്പെടുത്തുക വഴി ജീവിതം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടാവാൻ ഇടയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏത് വിശേഷാവസരവും കൃത്യമായി മുതലെടുക്കാനുള്ള അവസരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഗുപ്ത നവരാത്രി അഥവാ ആഷാഢ നവരാത്രി അല്ലെങ്കിൽ ഗായത്രി നവരാത്രി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന സമയമാണ് ഇപ്പോൾ. ഇത് ദുർഗാദേവിയുടെ 9 രൂപങ്ങളെ സമർപ്പിച്ചുള്ള 9 ദിവസങ്ങളുള്ള ഒരു ഹിന്ദു ഉത്സവമാണ് എന്നതാണ് പ്രത്യേകത. ഇത് ആഷാഢ മാസത്തിൽ, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ വരുന്നു എന്ന കാര്യം കൂടിയുണ്ട്. സാധാരണ നവരാത്രി ആഘോഷങ്ങൾ പോലെയല്ല ഇതെന്നും പ്രത്യേകം ഓർക്കണം. നവരാത്രിയിലെ 9 ദിവസങ്ങളും വളരെ പവിത്രമായി തന്നെയാണ് എല്ലാ വർഷവും കൊണ്ടാടാറുള്ളത്. പലർക്കും അറിയില്ലെങ്കിലും ഗുപ്ത നവരാത്രിയിലെ 9 ദിവസങ്ങളിലും ക്ഷേത്രങ്ങളിൽ കൃത്യമായ ആരാധനകളും പൂജകളും നടത്തിവരുന്നു. ദേവിയുടെ ഓരോ രൂപങ്ങളെയും പ്രത്യേകമായി ആരാധിക്കുന്നു എന്നതാണ് ഈ കാലയളവിൻ്റെ പ്രധാന സവിശേഷത. സാധാരണയായി ഭക്തരും യോഗികളും ദുർഗാദേവിയുടെ 9 രൂപങ്ങളായ നവദുർഗകളെ ആരാധിച്ച് ദുർഗാ സപ്തശതി, ദേവി മഹാത്മ്യം, ശ്രീമദ് ദേവി ഭാഗവത് തുടങ്ങിയ ഗ്രന്ഥങ്ങൾ വായിച്ചും സാധനകളും നടത്തുന്നു. ഈ നവരാത്രി മറ്റ് പ്രധാന ഉത്സവങ്ങളെ പോലുള്ള ആഘോഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശാന്തവും ഗൗരവപൂർണവുമായ രീതിയിലാണ് നടത്തപ്പെടുന്നത്. നവരാത്രി ദിവസങ്ങളിൽ എല്ലാ ദിവസത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഓരോ ദിവസവും ദേവിയുടെ ഓരോ രൂപങ്ങളെയാണ് ആരാധിക്കുക എന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെ വരുമ്പോൾ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലങ്ങളും ദേവിയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് പ്രാപ്തമാവുകയുള്ളൂ. ഗുപ്ത നവരാത്രി കാലയളവിൽ 10 മഹാവിദ്യകളുടെ ആരാധനയും നടക്കാറുണ്ട്. അതിൽ കാളി, താര, ത്രിപുരസുന്ദരി, ഭുവനേശ്വരി തുടങ്ങിയ ദേവതകൾ ഉൾപ്പെടുന്നു. പൊതുവെ ദേവിയെ ആരാധിക്കുന്നവർ ഈ കാലയളവിൽ പ്രത്യേകമായ പൂജകളും വിശേഷ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ദുർഗാദേവിയുടെ പ്രീതി പിടിച്ചുപറ്റാൻ ശ്രമിക്കാറുള്ളത്. ജൂലൈ 3-ന് ഗുപ്ത നവരാത്രിയിലെ അഷ്ടമി ദിനമാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഈ ദിവസം ദുർഗാദേവിയെ പ്രീതിപ്പെടുത്താനായി പ്രത്യേക പൂജകൾ ചെയ്യുന്നത് ദേവിയുടെ അനുഗ്രഹം നേടാൻ സഹായിക്കുമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുമെന്നും കരുതപ്പെടുന്നു. ദേവിയെ പ്രീതിപ്പെടുത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നത് എങ്ങനെയെന്നും നോക്കാം. ഗുപ്ത നവരാത്രിയുടെ 8ാമത്തെ രാത്രിയിൽ കാളി ദേവിയെയാണ് ആരാധിക്കുന്നത്. ഈ ദിവസം ദേവിയെ ആരാധിക്കുന്നത് ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ വരുത്തുമെന്നും പറയപ്പെടുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിന് ദേവിക്ക് 2 ഗ്രാമ്പു അല്ലെങ്കിൽ 2 നാളികേരം എന്നിവ നിവേദ്യമായി സമർപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. കൂടാതെ മറ്റ് ചില രീതികളും നിങ്ങൾക്ക് പരീക്ഷിക്കാം. 2 മുതൽ 9 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികളെ ദേവിയായി സങ്കല്പിച്ച് കന്യാപൂജ നടത്തുന്ന ദേവിയെ പ്രീതിപ്പെടുത്താൻ